friends, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബട്ടർസ്കോച്ച് പുഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നട്ട്സിൻ്റെ ക്രംബിൾസ് റെഡിയാക്കണം. പ്രാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു 1/4 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂണോളം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഷുഗർ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഷുഗർ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ഷുഗർ മെൽറ്റായി കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ആൽമണ്ട്സും കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഷുഗറിൻ്റെ കോട്ടിങ് നന്നായിട്ട് ഒരു ആൽമണ്ട്സിൻ്റെ നട്ട്സിലോട്ട് നന്നായിട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ എല്ലാവിടെയും നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു നട്ട്സിൻ്റെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അതിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് വേണം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാലിൻസ് അല്ലെങ്കിൽ ക്രംബിൾസ് റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് റെഡിയാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ആ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യിക്കുകയാണ്. എന്നിട്ടൊന്ന് മെൽറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തൊട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്യിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ബട്ടർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് ബട്ടർ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/2 കപ്പോളം ഹെവി വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് എന്നിട്ട് ആ വിപ്പിംഗ് ക്രീം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് നന്നായിട്ടൊന്ന് കുറുകി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സോസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൽഫംലിബി മിഠായി ഇല്ല, അതിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ സോസ് റെഡിയായി അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം, ഹെവി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് വളരെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ ഒരു 2-3 മിനിറ്റ് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്താൽ മതി. പെട്ടെന്നായി കിട്ടും. നല്ല സ്റ്റിഫ് പിക്സ് ആയിട്ട് കിട്ടണം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും സോസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ആ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ പ്രാലിൻ്റെ നട്ട്സും ആൽമണ്ട്സും നമ്മൾ ഷുഗറിൽ കോട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ചില്ലേ, അപ്പോൾ അതിൻ്റെ നമുക്കൊന്ന് ക്രംബിൾസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിക്സറിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്നൊരു തവണ ഒന്ന് കറക്കിയെടുത്താൽ അത് നന്നായിട്ട് കറക്റ്റായിട്ട് ക്രംബിൾസ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ പ്രാലിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ നട്ട്സിൻ്റെ ആൽമണ്ട്സിൻ്റെയും ആ ക്രംബിൾസ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ അരിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ചുള്ള ബ്രെഡിൻ്റെ നമ്പർ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസും നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ബട്ടർ സ്കോച്ചിൻ്റെ സോസിലോട്ട് മുക്കിയിട്ട് അത് ഫുള്ളും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ ഒരു ഫസ്റ്റത്തെ ലെയറായിട്ട് നമ്മൾ ആ ഒരു ബൗളിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ബ്രെഡ് സ്ലൈസസ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ചുകൊണ്ട് സോസ് ഇത്തിരി ഒന്ന് കട്ടിയാവാൻ തുടങ്ങിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് മെൽറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ബ്രെഡിൻ്റെ ലെയർ നിങ്ങൾക്ക് വെക്കാം. പിന്നെ പുഡിംഗ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ക്രംബിൾസ്, നമ്മുടെ നട്ട്സിൻ്റെ ആൽമണ്ട്സിൻ്റെ ക്രംബിൾസ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കാം. എത്ര ആണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. എനിക്ക് ആ ഒരു ബൈറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത ലെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇല്ലേ, നമ്മളൊരു ക്രീം സെറ്റ് ചെയ്തിരുന്നല്ലോ പുഡിങ്ങിന് വേണ്ടിയിട്ട്, അതാണ് അടുത്ത ലെയർ. അപ്പോൾ അതിങ്ങനെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു നൈഫോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പ്രെഡിങ്ങിനുള്ള സ്പാച്ചുലയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ഞാൻ കുറച്ചും കൂടെ ക്രംബിൾസ് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുഡിംഗ് ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ഓരോരുത്തരുടെ ആ ഒരു ഫ്ലേവറിനനുസരിച്ചും ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും അതിനുശേഷം ഞാൻ ബ്രെഡിൻ്റെ സ്ലൈസസിൽ ആ ഒരു ബട്ടർ സ്കോച്ച് സോസ് കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അത് വെച്ച് കൊടുത്തിട്ടുണ്ട്.
പിന്നെ വീണ്ടും ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന എല്ലാ ക്രംബിൾസും അതിന് മുകളിൽ ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രംബിൾസ് ഉള്ളതാണ് ശരിക്കും ആ ഒരു പുഡിങ്ങിൻ്റെ ഒരു ടേസ്റ്റ്. കുറച്ചിങ്ങനെ അത് കടിക്കുക, ആ ഒരു നട്ട്സ് ആൽമണ്ട്സ് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത്, ആ ഒരു ബൈറ്റ് കിട്ടുന്നത് നല്ല ഒരു ടേസ്റ്റാണ്. നല്ല വെറൈറ്റി പുഡിങ്ങാണിത്. പിന്നെ ഇതിൻ്റെ സോസ് ഞാൻ അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോസിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ആൽഫൻലിബി മിഠായില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുഡിങ് ഒരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിലും കൂടെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചതിന് ശേഷം പുറത്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ നമ്മുടെ പുഡിങ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ആ ഒരു നട്ട്സും ആൽമണ്ട്സും നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗറിന് കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെയും കൂടെ ആ ഒരു ക്രഞ്ചിനെസ്സും കൂടെ നല്ലൊരു അടിപൊളി ഫ്ലേവറാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പുഡിങ് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.